പത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് രാജ്യത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ ചാനലുകൾ വലിയ പ്രാധാന്യത്തിൽ നൽകാതിരുന്നൊരു വാർത്ത കൂടിയാണ്. അതേസമയം രാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് കേന്ദ്ര വിജ്ഞാപനമാണ്. ഈ തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ ക്ഷേമം ഒപ്പം 4 ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. കാരണം ഇത് നേരത്തെ പാസാക്കിയ നിയമം തന്നെയാണ്. പക്ഷേ അതിപ്പോഴാണ് അതിൻ്റെ വിജ്ഞാപനം സംഭവിച്ചത്. മറ്റൊന്ന് നടപ്പാക്കപ്പെടുന്നത് ഇനിയായിരിക്കും. അപ്പോൾ ഈ മാറിയ തൊഴിൽ നിയമങ്ങളെ സംബന്ധിക്കുന്ന വാർത്തയാണ് ഇന്ന് മലയാള മനോരമയുടെ തലക്കെട്ടും ഒപ്പം ഹിന്ദുവിൻ്റെ തലക്കെട്ടും അത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒന്ന്, രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമങ്ങളുണ്ടല്ലോ, അതായത് ഈ തൊഴിലാളി അവകാശങ്ങളുടെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ വകുപ്പ് യഥാർത്ഥത്തിൽ നടപ്പാക്കിയത്. ആ തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആ തീരുമാനം നടപ്പാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണത്. അതായത് 10% ജീവനക്കാരുണ്ടെങ്കിൽ മാത്രം യൂണിയൻ എന്നുള്ളതും ഒപ്പം ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് കടുത്ത നിയന്ത്രണം കൊണ്ടുവരുന്നതും മിനിമം വേതനം നിയമപരമാക്കുന്നതടക്കം നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ 4 ലേബർ കോഡുകളും പ്രാബല്യത്തിൽ എന്നാണ് മനോരമയുടെ ഇൻട്രോ. അതായത് ഈ പ്രതിപക്ഷ യൂണിയനുകളും VMS അടക്കം അതിനെ എതിർത്തിട്ടുണ്ട്. VMS ചില കാര്യങ്ങളിൽ മാത്രമാണ് യോജിപ്പ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ വാർത്ത വളരെ വിശദമായി തന്നെ മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഇത് വലിയ പ്രാധാന്യത്തിൽ നൽകേണ്ട വാർത്ത കൂടിയാണ്. ഉൾപേജിൽ 9-ാം പേജിലും മനോരമ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ 7 കോളത്തിൽ നൽകിയിരിക്കുന്നു. ലേബർ കോഡ്, കൂടുതൽ പ്രതിഷേധം, വ്യവസായ ബന്ധങ്ങൾ എന്ന കോഡിലെ വ്യവസ്ഥകൾക്കെതിരെ 4 കോഡുകൾ, അടിമുടി മാറ്റങ്ങൾ. പല വ്യവസ്ഥകളോടും VMS ഒഴികെയുള്ള സംഘടനകൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ VMSും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഈ സാമൂഹിക സുരക്ഷ ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ കൃത്യമായി വിലക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ആയ ഒരു നയം അല്ലെങ്കിൽ ഒരു നിയമം നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ബീഹാറിലെ തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന ഒരു തൊഴിൽ നിയമം, അത് അങ്ങേയറ്റം ട്രേഡ് യൂണിയൻ സ്വഭാവത്തിന് വിരുദ്ധമായതോ തൊഴിലാളി അവകാശങ്ങൾക്കെതിരായിട്ടുള്ളതായ നിയമം പ്രാബല്യത്തിൽ വരുന്നു. സെൻറ്റർ നോട്ടിഫൈസ് 4 ന്യൂ ലേബർ കോഡ്സ് എന്ന് ഹിന്ദുവിൻ്റെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഹിന്ദു 1-ാം പേജിൽ AM ജിഗീഷിൻ്റെ വാർത്തയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ നിയമം വേറെ തരത്തിൽ തൊഴിലാളികളെ ഫ്രാഗ്മെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായി വ്യവസായികളുടെ നിലപാടിനോ അല്ലെങ്കിൽ വ്യവസായ കമ്പനികൾക്കോ അവരുടെ ഉടമകൾക്കോ അനുകൂലമാകുന്നത് എന്നുള്ളതാണ്. ഈ വാർത്ത എന്തുകൊണ്ട് ദേശാഭിമാനിയുടെ 1-ാം പേജിലില്ല? അത് ദേശാഭിമാനി ആ വാർത്ത കുറച്ചുകൂടെ പ്രാധാന്യത്തിൽ അല്ലെങ്കിൽ ദേശാഭിമാനി അടക്കമുള്ള ഈ പത്രങ്ങൾ നൽകണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും 1-ാം പേജിൽ ദേശാഭിമാനിയിൽ ഈ വാർത്തയില്ല. ഉൾപേജിൽ ചെറിയ വാർത്ത മാത്രമാണ്. ഇതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. ഒപ്പം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ശബരിമലയിലെ വിവാദത്തിൽ, സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ അജണ്ടയിൽ ചെമ്പുപാളികളെന്ന് സ്വന്തം കൈപ്പടയിൽ തിരുത്തിയത് പത്മകുമാറാണെന്ന് SIT പറയുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആ വാർത്ത തലക്കെട്ട്. അല്ലെങ്കിൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടെ 1-ാം പേജിൽ മലയാള മനോരമ നൽകിയിട്ടുണ്ട്. അത് കൈപ്പട കുടുക്കി എന്നാണ് അതിന് മാതൃഭൂമി നൽകുന്ന തലക്കെട്ട്. ഉദ്യോഗസ്ഥർ പിത്തള എന്നെഴുതി, പത്മകുമാർ അത് ചെമ്പാക്കി എന്ന് മാതൃഭൂമി എഴുതിയിരിക്കുന്നു. ഒപ്പം ഈ വാർത്തയിൽ എങ്ങനെയാണ് മറ്റ് പത്രങ്ങൾ ഈ വാർത്ത എങ്ങനെ സമീപിച്ചിരിക്കുന്നു എന്നതിലേക്ക് ഞാൻ വരാം. പക്ഷേ 1-ാം പേജിലെ മറ്റൊരു വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ടല്ലാത്തൊരു വാർത്ത കൂടി പറയാം. അത് ICU വിവാഹവേദിയായി എന്നുള്ള വാർത്തയാണ്. വിവാഹ ദിവസം വധുവിന് അപകടം, അത്യാഹിത വിഭാഗത്തിൽ വിവാഹം നടന്ന ആ വാർത്തയ്ക്ക് ഇന്ന് 1-ാം പേജിൽ മിക്ക പത്രങ്ങളും പ്രാധാന്യം നൽകിയിരിക്കുന്നു. വിവാഹവേദിയായി ICU എന്ന് മാതൃഭൂമി തലക്കെട്ടിൽ ഉണ്ട്. ആശുപത്രിയിൽ കല്യാണമേളം എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. കല്യാണമേളം എന്നൊക്കെയുള്ള വാക്ക് അല്ലെങ്കിൽ അത്തരമൊരു തലക്കെട്ട് ആശുപത്രിയിൽ ICUയിൽ കിടക്കുന്ന ഒരാളുടെ വിവാഹ ചടങ്ങിൻ്റെ കാര്യത്തിൽ വേണമായിരുന്നു എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഏതായാലും കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള ഒരു തലക്കെട്ട് മാതൃഭൂമിയുടെയാണ്, വിവാഹവേദിയായി ICU എന്നുള്ളത്. ഏതായാലും ആ 2 വാർത്തകൾക്ക് ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം മാതൃഭൂമിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്മൃതി മന്ദാന എന്ന് പറയുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടുള്ള സ്മൃതി മന്ദാനയോട് അവരുടെ ആൺസുഹൃത്തായിട്ടുള്ള പലാഷ് മുച്ചൽ വിവാഹാഭ്യർത്ഥന നടത്തുന്ന സ്റ്റേഡിയത്തിലെ വിവാഹാഭ്യർത്ഥന നടത്തുന്ന ചിത്രം, ആ വാർത്തയ്ക്കും ഒരു പ്രാധാന്യത്തോടുകൂടെ ഏതായാലും നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിലേക്ക് വന്നാൽ കൗമുദി അടക്കം എല്ലാ പത്രങ്ങളും നേരത്തെ പറഞ്ഞ പത്മസൂത്രത്തിലും പത്മവ്യൂഹത്തിലും തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്വർണം വെട്ടി ചെമ്പെന്ന് എഴുതി ഒപ്പിട്ടു, കൊള്ളയുടെ പത്മസൂത്രമെന്ന് കൗമുദിയിൽ
അവരുടെ പ്രധാനപ്പെട്ട വാർത്ത അതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നു. അതിൽ തിരുത്തിയത് അജണ്ടയെക്കുറിപ്പ്, പത്മകുമാറിൻ്റെ മാത്രം തീരുമാനമെന്ന ബോർഡംഗങ്ങൾ. ഇതിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഈ കേസ് എങ്ങനെ പോവും, അല്ലെങ്കിൽ ഈ വിവാദം ഇതുമായി ബന്ധപ്പെട്ട നടന്നിട്ടുള്ള ഈ മിസ്അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയാണ് ഈ അന്വേഷണം പോവുക, SIT എന്ത് പറയും എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കളിലേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന രീതിയിൽ പത്മകുമാർ വന്നിരിക്കുന്നു. ഇനി അത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നേരത്തെ മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് വരുമോ എന്നുള്ളതാണ്. കടകംപള്ളി ചോദ്യമുനയിൽ എന്നാണ് ഈ വാർത്തയിൽ കൗമുദി നൽകിയിരിക്കുന്നത്. ഒപ്പം മറ്റ് പത്രങ്ങളും ഈ വിഷയം തലക്കെട്ടാക്കിയതിൽ ഇത് തന്നെയാണ് ഉള്ളത്. ചോദ്യം ചെയ്യാൻ SIT കടകംപള്ളി പത്മവ്യൂഹത്തിൽ നിന്ന് മംഗളത്തിൻ്റെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടെ അതിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കട്ടിൽപ്പാളിയും വാതിൽപ്പാളിയും മാറ്റിയത് ആര് പറഞ്ഞിട്ടാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഒപ്പം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്ന് സൂചന എന്ന് മംഗളം പറയുന്നുണ്ട്. കടകംപള്ളി റഡാറിൽ എന്നാണ് ചന്ദ്രികയുടെ തലക്കെട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി റഡാറിൽ, പത്മകുമാറിൻ്റെ മൊഴിയിൽ കടകംപള്ളി കുടുങ്ങി എന്നുള്ള തരത്തിലേക്ക് ആ വാർത്തയെ കൊണ്ടുപോകാൻ ചന്ദ്രിക ശ്രമിച്ചിട്ടുണ്ട്. ജന്മഭൂമിയുടെ തലക്കെട്ടും ഇത് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കടകംപള്ളിയിലേക്ക് ദൈവതുല്യരും കുരുക്കിൽ എന്നാണ് ജന്മഭൂമി എഴുതിയിരിക്കുന്ന തലക്കെട്ട്. ജന്മഭൂമി മറ്റൊരു വാർത്ത കൂടി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. അത് G20 ഉച്ചകോടി ജോഹന്നാസ്ബർഗിൽ നടക്കുന്നു. അവിടെയൊക്കെ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിയെ പ്രിട്ടോറിയയിലെ വിമാനത്താവളത്തിൽ ആചാരപരമായ സ്വീകരണം നൽകുന്ന ആ വാർത്ത കൂടി ജന്മഭൂമി നൽകിയിരിക്കുന്നു. മറ്റ് ചില വാർത്തകളിലേക്ക് വന്നാൽ ഉൾപേജിൽ കൗമുദിയുടെ ഉൾപേജിൽ നമ്മുടെ ഈ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. കാരണം ഈ അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം സംബന്ധിച്ച് ഒരു തൽക്കാലം തുടരന്വേഷണം ഇല്ല. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള പരാമർശം നീക്കി എന്നുള്ള വാർത്ത 7-ാം പേജിൽ കൗമുദി നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് തേജസ് എയർ ഷോയുടെ വാർത്തയാണ്. അത് ഇന്ന് എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് എന്ന് പറയണം. കാരണം ഈ തേജസ് തകർന്നു വീണ വാർത്തയാണ്. അത് പൈലറ്റും ദാരുണാന്ത്യം ദുബായിലെ എയർ ഷോയിൽ തേജസ് തകർന്നു വീണ വാർത്ത. അത് ഇന്ന് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. മലയാള മനോരമയും മാതൃഭൂമിയും അടക്കം എല്ലാവരും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യത്തിൽ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ മനോരമയുടെയും മാതൃഭൂമിയുടെയും അടക്കം എല്ലാം ടോപ്പ് ബാനറെല്ലാം ഈ വാർത്തയാണ്. ഇത് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. കാരണം ഒരു ദാരുണമായ സംഭവമാണ് ഈ പൈലറ്റ് മരിച്ച സംഭവം. ദുബായിൽ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീണ പൈലറ്റിന് വീരമൃത്യുവെന്ന് പത്രങ്ങൾ തലക്കെട്ട് നൽകിയിരിക്കുന്നു. സുപ്രഭാതത്തിലേക്ക് വന്നാൽ SIR-ലെ കേരളത്തിൻ്റെ നടപടികൾ നീട്ടണം എന്നുള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ച വാർത്ത, ആ വാർത്ത സുപ്രഭാതം ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വാർത്ത മറ്റ് പത്രങ്ങളും നൽകിയിരിക്കുന്നു. അത് ഒന്നാം പേജിലും അല്ലാതെയൊക്കെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പലരും നൽകിയിട്ടുണ്ട്. SIR-ൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ച് സുപ്രീം കോടതിയെന്ന് മാതൃഭൂമി അടക്കം പത്രങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഒപ്പം സുപ്രഭാതത്തിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ ഷൂവിന് പകരം റോസാദളങ്ങൾ ഏറ്റുവാങ്ങി BR ഗവായ് പടിയിറങ്ങി എന്നുള്ളതാണ്. അത് BR ഗവായ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം അദ്ദേഹം പുതിയ ചീഫ് ജസ്റ്റിസ് ഇനിയിപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേൽക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് അവർ ഒരു പ്രത്യേക സ്റ്റോറി നൽകിയിരിക്കുന്നു. കാരണം നേരത്തെ കടലാസ് പേപ്പർ ചീഫ് ജസ്റ്റിസിന് നേരെ എറിഞ്ഞ സംഭവം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പൂക്കൾ എറിയരുത് എന്ന് തമാശയ്ക്ക് പറഞ്ഞതായ ആ ചടങ്ങിൽ പറഞ്ഞതായ വാർത്തയ്ക്ക് അത് സംഭവിച്ചിരുന്നു. അതും കൂടെ ചേർത്താണ് ആ വാർത്ത. റോണോയെ ഡ്രിബിൾ ചെയ്ത് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് ഹൗസിൽ റൊണാൾഡോയുമായി ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ പങ്കുവച്ച ട്രംപിൻ്റെ വാർത്തയും സുപ്രഭാതം നൽകിയിരിക്കുന്നു. മറ്റ് പത്രങ്ങളിലേക്ക് വന്നാൽ ഹിന്ദുവിൽ ബീഹാറുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. കാരണം ഇത്തവണത്തെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അത് BJPക്ക് വളരെ അനുകൂലമായൊരു പോർട്ട്ഫോളിയോയിലേക്ക് ബീഹാറിലെ മന്ത്രിസഭാ തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. കാരണം ഡെപ്യൂട്ടി CM ആയിട്ടുള്ള സാമ്രാജ് ചൗധരിക്ക് ആഭ്യന്തര വകുപ്പ് നൽകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ആദ്യമായിട്ടാണ് നിതീഷ് ഈ
ഹോം മിനിസ്ട്രി വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശാഭിമാനി ഇന്ന് ഒന്നാം പേജിൽ ഈ പറഞ്ഞ കേരളത്തിൻ്റെ ഹർജി പ്രത്യേകമായി കേൾക്കുമെന്നും CPIM അടക്കം നൽകിയ ഹർജികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി നോട്ടീസ് അയച്ച കാര്യം ദേശാഭിമാനി പറയുന്നു. പക്ഷേ ഒന്നാം പേജിൽ അത് മറ്റു പത്രങ്ങളടക്കം നൽകിയതുകൊണ്ട് അതിനകത്തേക്ക് കൂടുതലായി ഞാൻ പോകുന്നില്ല. പകരം പത്രികാ സമർപ്പണം കഴിഞ്ഞു, വിമതശല്യത്തിൽ വലഞ്ഞു UDF എന്നുള്ള വാർത്ത ഇന്ന് ഒന്നാം പേജിൽ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ലീഗും കോൺഗ്രസും നേർക്കുനേർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെള്ളിയാഴ്ച പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിച്ചിട്ടും തർക്കങ്ങൾ തീരാതെ UDF എന്നാണ്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അടക്കം വിമതൻ, ലീഗും കോൺഗ്രസും നേർക്കുനേർ എന്നുള്ള വാർത്ത. ഒപ്പം ഒന്നാം പേജിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സന്തോഷത്തിൽ നോട്ടിൽ മുത്തമിടുന്ന ഒരു 77 വയസ്സുകാരി മേരി തോമസിൻ്റെ ചിത്രം അടക്കം നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ന്യൂസ് മലയാളമൊക്കെ നമ്മൾ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. അത് തിരുമല അനിൽ എന്ന് പറയുന്ന BJP നേതാവിൻ്റെ ഫോൺ സംഭാഷണമാണ്. ആ വാർത്ത ഇന്ന് ദേശാഭിമാനി 7-ാം പേജിൽ നൽകിയിരിക്കുന്നു. ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ പറ്റുന്നില്ല എന്നുള്ള അദ്ദേഹം പറയുന്നതും അതിന് മരണത്തിന് മുൻപ് അദ്ദേഹം സംസാരിക്കുന്നതുമായിട്ടുള്ള BJP നേതാക്കളെടുത്ത വായ്പ തിരിച്ചടക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൗൺസിലറുമായിരുന്ന തിരുമല അനിലിൻ്റെ നിർണായക ഫോൺ സംഭാഷണം പുറത്ത് എന്നുള്ള ഇൻട്രോയിൽ ദേശാഭിമാനി ആ വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം മെക്സിക്കോയിലെ ഫാത്തിമ ബോഷിന് വിശ്വസുന്ദരി പട്ടം കിട്ടിയ വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു. സ്പോർട്സിൽ നമുക്ക് അറിയാം, ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ആഷസിൽ അതായത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റിൻ്റെ വിക്കറ്റ് പെയ്ത്ത് എന്നാണ് അതിന് തലക്കെട്ട്. അത് മാതൃഭൂമി നൽകിയിരിക്കുന്നു. ദേശാഭിമാനി അടക്കം എല്ലാവരും വളരെ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. വിക്കറ്റ് പെയ്ത്ത് എന്നാണ് പെർത്തിലെ കളി സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റു വാർത്തകൾ അതിൻ്റെ തിരക്കുകളുണ്ട്. സേതു ഇനിയുള്ള മണിക്കൂറുകൾ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടെല്ലാം വളരെ നിർണായകമായിരിക്കും. ഒപ്പം ട്രംപ് മംദാനി കൂടിക്കാഴ്ചയും വളരെ കൗതുകകരമായിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. സേതു.